ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് റിപ്പോർട്ടർ TV സംഘം ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നിന്ന് 2 കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും ഒപ്പം മതപരിവർത്തനവും ആരോപിച്ച് RPF അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡിലേക്ക് ജയിലിലേക്ക് പോവുകയും ചെയ്തത്. ആ കന്യാസ്ത്രീകളുടെ അതേ സന്യാസി സമൂഹത്തിലെ ഒരു അംഗം റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുകയാണ്. അന്ന് സംഭവിച്ചത് എന്താണ് എന്നും എന്തായിരുന്നു കന്യാസ്ത്രീകൾ ഈ യുവതികളുമായി എങ്ങോട്ട് പോവുകയായിരുന്നു എന്നും ഈ സിസ്റ്റർ തന്നെ വ്യക്തമാക്കും. അവരുടെ പേരുവിവരം നമ്മളിപ്പോൾ പറയുന്നില്ല, അവരുടെ ഐഡൻറ്റിറ്റിയും പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. എന്താണ് സിസ്റ്ററെ അന്ന് സംഭവിച്ചത്? ഈ യുവതികൾ എങ്ങോട്ട് വന്നതായിരുന്നു? എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞങ്ങളുടെ 2 സിസ്റ്റേഴ്സ്, ഒരാൾ ആഗ്രയിൽ നിന്നും ഒരാൾ ജബൽപൂരിൽ നിന്നും ഈ കുട്ടികളെ ഞങ്ങളുടെ കോൺവെൻറ്റിലേക്ക് വർക്ക് ചെയ്യാനായി കൊണ്ടുപോകാൻ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നാരായണപൂർ സൈഡിൽ നിന്നും ഓർച്ച എന്ന വില്ലേജിൽ നിന്നും 3 കുട്ടികളെയും കൂട്ടി അവരുടെ വില്ലേജിലെ ഒരു ചെറുപ്പക്കാരൻ ഇവരെ 3 പേരെയും കൂട്ടി ബസ്സിന് ദുർഗ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി. ദുർഗ് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ കയറാൻ TT ഇവരോട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ടിക്കറ്റ് സിസ്റ്റേഴ്സിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അന്നേരം സിസ്റ്റേഴ്സിനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു സിസ്റ്ററിനെ വിളിച്ചു വന്നപ്പോഴത്തേനും ഉടനെ തന്നെ ആരാ ഇൻഫർമേഷൻ കൊടുത്തതെന്ന് അറിയത്തില്ല, പോലീസും മറ്റെല്ലാവരും കൂടെ വന്നു ഇവരെ വളഞ്ഞ് റെയിൽവേ പോലീസ് ഇവരെ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അവിടെ ഉള്ളിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യനിങ്ങും എല്ലാം ആയിരുന്നു. ജ്യോതി ശർമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഭയങ്കരമായിട്ടും ഇവരെ ബജ്രംഗ് ദൾ പ്രവർത്തകർ വരുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണോ സംഭവം? ബജ്രംഗ് ദൾ ആ കൂട്ടരാണ് ഇവിടെ വന്നത്. ആദ്യം പോലീസ് ചോദിച്ചപ്പോൾ ഈ 3 കുട്ടികളും പറഞ്ഞു, ഞങ്ങളുടെ പേരൻസിൻ്റെ പെർമിഷനോട് കൂടിയും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരവുമാണ് ഞങ്ങൾ വന്നതെന്ന്. അത് കഴിഞ്ഞ് ഈ ലേഡി വന്ന് ഒത്തിരി ഭീഷണിപ്പെടുത്തുകയും അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഈ 3 കുട്ടികളിൽ ഒരാൾ പേടിച്ചിട്ട് പറഞ്ഞു, എന്നെ കമ്പൽ ചെയ്ത് എന്നെ നിർബന്ധിച്ച് കൊണ്ടുവരിക. നിർബന്ധ പ്രകാരമാണ് അങ്ങനെ മൊഴി മാറ്റിയത്. അങ്ങനെ സിസ്റ്റർമാർ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഈ കുട്ടികളെ, ഈ യുവതികളെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് വന്നത്? ഒരാളെ ആഗ്രയ്ക്കും ഭോപ്പാലിനും ഷഡോളിനും ജബൽപൂർ സൈഡിൽ. എന്തിനു വേണ്ടിയാണ് അവരെ കൊണ്ടുപോകുന്നത്? അവിടെ ഞങ്ങളുടെ കോൺവെന്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, ഈ വീട്ടുജോലി പോലെയുള്ള വർക്കുകൾ, കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. പിന്നീട് അപ്പോൾ RPF വരുന്നു, ഇവരെ ടിക്കറ്റ് TTR RPFനെ ഏൽപ്പിക്കുന്നു, മതപരിവർത്തനം എന്ന് പറയുന്നു, ബജ്രംഗ് ദൾ പ്രവർത്തകർ വന്ന് വലിയ പ്രശ്നമുണ്ടാക്കുന്നു. പിന്നീട് RPF എന്തൊക്കെ കുറ്റം ചുമത്തിയാണ് കേസെടുക്കുന്നത്? ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് മതപരിവർത്തനം അങ്ങനെ പറഞ്ഞ് അവർ കുറ്റം ആരോപിച്ച് അവരെ ഈ ചെറുപ്പക്കാരനെയും 2 സിസ്റ്റേഴ്സിനെയും ജയിലിലാക്കുകയും ഈ 3 കുട്ടികളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി പാർപ്പിക്കുകയുമാണ്. പിന്നീട് കോടതി റിമാൻഡ് ചെയ്തോ ഈ സിസ്റ്റർമാരെ റിമാൻഡ് ജയിലിലേക്ക് മാറ്റി. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ RPF പിടിക്കുമ്പോഴും ബജ്രംഗ് ദൾ പ്രവർത്തകർ വലിയ തോതിൽ അവിടെ പ്രശ്നമുണ്ടാക്കി. അവർ വളരെ ശക്തമായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അവർ ജയ് വിളിക്കുകയും മതപരിവർത്തനം അങ്ങനെ പറഞ്ഞ് ആരോപിക്കുകയായിരുന്നു, ഹ്യൂമൻ ട്രാഫിക്കിംഗ് അങ്ങനെ പറഞ്ഞു. ശരിക്കും നിങ്ങളിങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുന്നത് ഈ കുട്ടികൾ എവിടെ നിന്നുള്ള കുട്ടികളാണ്? അവർ മതപരിവർത്തനം തരുത്തുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും മതത്തിൽ നിന്നുള്ളവരാണോ? അവർ CSI വിഭാഗത്തിൽപ്പെട്ടതാണ്. നാരായണപൂർ ഓർച്ച എന്ന 2 സ്ഥലത്ത് നിന്ന്. അവർ ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. എത്ര നാൾ മുതലാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. മതപരിവർത്തനത്തിന്റെ ഒരു സാധ്യത അവിടെ ഇല്ല എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കുട്ടികളെ കാണുന്നത്. വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ടോ നിങ്ങൾ? ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ 60 വർഷമായി ഛത്തീസ്ഗഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആദിവാസി കുട്ടികൾ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു പാവങ്ങളെ ഞങ്ങൾ ഇങ്ങനെ ജോലിക്ക് കൊണ്ടുപോയി അവർക്ക് പൈസ കൊടുത്ത് അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് ഒരു പറക്ക പറ്റിച്ച് അവർക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതം കൊടുക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിസ്റ്റർ വ്യക്തമാക്കിയത്. ആ പിടിക്കപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്ത സന്യാസ സമൂഹത്തിലെ അതേ സിസ്റ്റർ തന്നെയാണ്, ആ ഒരു സിസ്റ്ററാണ് വ്യക്തമാക്കിയത്. ഇവർ 3 യുവതികൾ വന്നിരുന്നു. അവരെ മറ്റു സ്ഥാപനങ്ങളിലേക്ക്, ഈ സന്യാസ സമൂഹത്തിൻ്റെതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് കൊണ്ടുപോകാനാണ് വന്നത്. പക്ഷേ ബജ്രംഗ് ദൾ പ്രവർത്തകർ വലിയ ജയ് വിളിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും മതപരിവർത്തനമെന്ന് ആരോപിക്കുകയും ചെയ്തു. അങ്ങനെ RPF കേസെടുത്തു. ഇപ്പോൾ ജയിലിലാണ് ഈ 2 കന്യാസ്ത്രീകളും ഉള്ളത്. അതിൻ്റെ വിവരമാണ്, കൃത്യമായ ദൃക്സാക്ഷി വിവരണമാണ് ഈ സിസ്റ്റർ വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ ഛത്തീസ്ഗഡ്.